ഇതാണിപ്പോൾ ഇവിടുത്തെ ഒരു കാലാവസ്ഥ. നല്ല മഞ്ഞും തണുപ്പും നല്ല തണുത്ത കാറ്റൊക്കെ വീശിക്കൊണ്ട് നിൽക്കുന്ന മോർണിംഗാണ് കേട്ടോ. ഒരു 8-9 മണിയായാലും മഞ്ഞ് മാറുന്നില്ല. അത്രയും തണുപ്പും മഞ്ഞുമാണ് ഇപ്പം വയനാട്ടിലുള്ളത്. എന്നാലോ ഉച്ച ആയാൽ നല്ല ചൂടുമാണ് കേട്ടോ. മഞ്ഞുണ്ട്, അതിനനുസരിച്ചിട്ടുള്ള വെയിലുമുണ്ട്. ഇത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരു രാവിലെ 6:30-7 മണി ആ ഒരു ടൈമിലുള്ളതാട്ടോ. ഈ മഞ്ഞിന് പോകാൻ 9 മണിയാവും. ചില ദിവസങ്ങളിൽ വെയിലിൻ്റെ നാളം വരെ കാണുന്നില്ല. വയനാട്ടിൻ്റെ കാലാവസ്ഥ മൊത്തത്തിൽ നല്ലോണം ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. നേരൊക്കെ ബസ് പോലും ഇല്ലാത്ത നാട് ഇത്രയ്ക്ക് ഇഷ്ടമാണോ നിനക്കെന്ന് പലരും ചോദിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ വയനാടിൻ്റെ ക്ലൈമറ്റിനെ വെല്ലാൻ മറ്റൊരു നാടിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ സ്വന്തം നാടൊക്കെ കോഴിക്കോടിന് പോലും വയനാടിനെ ഈ ക്ലൈമറ്റ് വെച്ച് വെല്ലാൻ പറ്റൂല. എൻ്റെ ഫേസിലൊരു ഹാപ്പിനെസ് കണ്ടാൽ നിങ്ങൾക്കറിയാം. ഈ മഞ്ഞും ഇതെല്ലാം കാണുന്നതിൻ്റെ സന്തോഷം കേട്ടോ. എനിക്കിങ്ങനത്തെ കാര്യങ്ങൾ എന്തോ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്ര നേരത്തെ മഞ്ഞും കൊണ്ട് ഞാനിത് എങ്ങോട്ടാന്നല്ലേ. ഞാനങ്ങനെ എൻ്റെ ലാസ്റ്റത്തെ എക്സാം എഴുതാൻ പോവാണ് കേട്ടോ. ഇതോടെ കഴിഞ്ഞാൽ എൻ്റെ എക്സാം കഴിഞ്ഞ്. ഈ എക്സാമോടെ കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് കിട്ടിട്ടോ. നല്ല തണുപ്പാച്ച, നല്ല തണുപ്പാണ്. ബസ്സിലാണോ നമ്മൾ പോകുന്നത്, വിൻഡോ സീറ്റ് നിർബന്ധം. എന്നിട്ടിങ്ങനെ തണുപ്പ് കൊണ്ട് എൻ്റെ ഫേസൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ അതൊന്നും എന്നെ ബാധിക്കുന്നില്ല. എനിക്കിങ്ങനെ തണുപ്പടിച്ചുകൊണ്ടേ നിൽക്കുക, അങ്ങനെ തോന്നിക്കൊണ്ടേ നിൽക്കുക. തണുപ്പ് കൊള്ളാനിങ്ങനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കേട്ടോ. ഇനി ജലദോഷം ഇതിൻ്റെ കൂടെ വേറെയുള്ളതൊക്കെ വരികയാണെങ്കിൽ അത് നമുക്ക് അപ്പം വെച്ച് കാണാം. ഇവിടുത്തെ പുഴൻ്റെ ഭാഗം കേട്ടോ അത്. അതിൻ്റെ മോൾ ഭാഗമൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അത്രയും തണുത്തിട്ടുള്ള. പിന്നെ അതാ സോയ നല്ല ആക്റ്റീവായിട്ടിരിക്കുന്നുണ്ട്. അവൾക്ക് ആദ്യം കുറച്ചൊരു പ്രശ്നം ഉണ്ടെങ്കിലും പിന്നെ അതൊക്കെ മാറി. അതെൻ്റെ എക്സാം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. അങ്ങനെ ഇനിയിപ്പോൾ ഈ കോളേജിലേക്ക് അടുത്ത വർഷം വരുമോ എന്നുള്ളതൊന്നും അറിയില്ലല്ലോ. ഞാൻ അങ്ങനെ കേട്ടോ ഭയങ്കര ഇമോഷണലി കണക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ എക്സാം എഴുതാൻ വേണ്ടിയിട്ടാണെങ്കിലും ഞാൻ വന്ന എൻ്റെ കോളേജ് എന്തോ ഒരു ഭയങ്കര ഇമോഷണലി കണക്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ കോളേജിന് മുമ്പിൽ ഇറങ്ങി വന്നപ്പോൾ കാണുന്ന കേട്ടോ, ഇവിടെ മാനുണ്ട് എന്ന് പറഞ്ഞ് ഈ ഭാഗത്തൂടെ പതിയെ എന്തോന്ന് പോയ സമയത്ത് ഉപ്പ പറഞ്ഞു ആ പോയത് മാനാണെന്ന്. പിന്നെ ഇത് നിങ്ങൾക്ക് മനസ്സിലായ കൈത എന്ന് പറയും. ആ ചെടീൻ്റെ പേരാണ് കൈത. അതിൻ്റെ മുകളിലത്തെ ഓല കണ്ടില്ലേ, ആ ഓല കൊണ്ട് പായ ഉണ്ടാക്കുമല്ലോ, കൈതോലപ്പായോ അങ്ങനെ എന്തോന്ന് ഇപ്പം എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ഇതൊക്കെ ഫെമിലിയർ ആണോ എന്നൊന്ന് പറഞ്ഞു തന്നെ. പിന്നെ ബസ്സിൽ കയറിയപ്പോൾ ഈ എക്സാം എഴുതി വന്ന ക്ഷീണം സോയ്ക്ക് വാങ്ങി വെച്ച നുറുക്കും കാര്യങ്ങളൊക്കെ തിന്ന് തീർക്കുക കേട്ടോ. പിന്നെ സോയ മോൾ ഇതാ വെള്ളമൊക്കെ കുടിച്ചിരിക്കുന്നുണ്ട്. ഇപ്പോഴും ഇവിടുത്തെ തണുപ്പ് അങ്ങ് വിട്ടുപോയിട്ടില്ല. അതുകൊണ്ടാണ് മോളെ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യാണ്ട് വെച്ചിട്ടുള്ള. തിരിച്ച് വരുമ്പോഴുള്ള കാഴ്ചകളാട്ടോ അത്. എന്തൊരു രസമാണ് നോക്കിയാൽ. ഇത് നെല്ലാണ്. നെല്ലിങ്ങനെ പൂത്ത് നിൽക്കുക കേട്ടോ. ഇങ്ങനെ കൊയ്യാറായിട്ടുണ്ട്. നെല്ലാണ്. എന്ത് രസമല്ലേ, അടിപൊളിയല്ലേ. വയനാട് വന്ന് ഒരു പാർക്കോ അല്ലെങ്കിൽ റിസോർട്ടോ മൊത്തത്തിൽ കണ്ടു പോവാതെ ഇങ്ങനെയുള്ള ഗ്രാമങ്ങളും കൂടിയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം. ഗ്രാമങ്ങൾ എന്നല്ല, സ്ഥലങ്ങളൊന്ന് കാണണം. അപ്പോൾ അവിടുത്തെ ഭംഗിയും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ഹോട്ടലിൽ കയറി. അപ്പോൾ ഇവിടെയുള്ള ഒരു അടിപൊളി ഫുഡാട്ടോ ഇത്. കുഷ്ക എന്ന് പറയും. ഇവിടെ മാത്രമാണ് ഇങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളത്. കോഴിക്കോടൊന്നും ഇങ്ങനെ കുഷ്ക കിട്ടുന്നില്ലേ, ഈ ഇറച്ചിച്ചോറ് എന്ന് പറയുന്നില്ലേ അത്. അതിൻ്റെ കൂടെ നമുക്ക് ഈ സാലഡും അച്ചാറും കൂടി ആയിട്ട് കേട്ടോ. അതൊക്കെ കഴിച്ച് സെറ്റായി നിൽക്കുമ്പോൾ സോയ്ക്ക് മിഠായി വേണമെന്ന് പറഞ്ഞ് ഒരു ഡയറി മിൽക്ക് കൊടുത്തത്. അവൾ ആ ഡയറി മിൽക്കിനെ കൊന്ന് തിന്നുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവളുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്ത് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ നോക്കുമ്പോഴല്ലേ ഇത് മഴ പെയ്യുന്നു. എന്താല്ലേ, രാവിലെ മഞ്ഞ്, ഉച്ചക്ക് മഴ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ നാട്ടിലെത്തിയപ്പോഴതാ അടിപൊളി ഒരു കാറ് മക്കളെ. എന്താ പറയേണ്ടത് അറിയില്ല. മോഡിഫൈ എടുത്തതാണോ അല്ലെങ്കിൽ ഇതിങ്ങനാണോ എന്ന് എനിക്ക് മനസ്സിലായി. നല്ല അടിപൊളിയായിട്ടുള്ളൊരു കാറ്. അപ്പം അത് ജസ്റ്റ് കണ്ടപ്പോൾ വീഡിയോ എടുത്തെന്ന് മാത്രം. പിന്നെ ഞാൻ ChatGPT ചോദിച്ചപ്പോൾ പറഞ്ഞു അത് നെക്സൻ്റെ ഇലക്ട്രിക് കാറാണെന്ന്. ആ ഒരു ഹൈപ്പ് കൊടുത്തത് അങ്ങ് പോയി. വെണ്ണിയോട് ആ ഒരു ഭാഗത്തിയപ്പോൾ ഇങ്ങനെ കേട്ടോ ക്ലൈമറ്റ് ഉള്ളത്. ഇങ്ങനെ നല്ല വെയിലും ഉണ്ട്, എന്നാലിട്ട് ചൂടും ഇല്ല. ആ മഴ പെയ്ത് കഴിഞ്ഞാലുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ഒരു മണ്ണിൻ്റെ മണമൊക്കെ ആയിട്ട് അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. ഇന്നത്തെ ദിവസം മൊത്തം ക്ലൈമറ്റ് കൊണ്ട് നമ്മൾ ഹാപ്പി ആയിട്ടാണ് ഉള്ളത്. കാരണം ഇങ്ങനത്തെ ക്ലൈമറ്റിന് നമ്മളെ മൈൻഡിനെ സ്വാധീനിക്കാനും കൂടി കഴിയും കേട്ടോ. നമ്മുടെ സറൗണ്ടിങ്സൊക്കെ ഒരു പോസിറ്റീവ് ആണെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് ഓറ കിട്ടുമല്ലോ. അങ്ങനെ ഉള്ളത്. ഞാനിങ്ങനെ ചെറിയ കാര്യത്തിൽ ഹാപ്പി ആവുന്ന ആളല്ലായിരുന്നു. ഇപ്പം ഞാനിങ്ങനെ കേട്ടോ എൻ്റെ ഇഷ്ടമുള്ളൊരു ഫ്ലവർ അങ്ങനെ പൂത്ത് നിന്നാൽ വരെ എനിക്കിപ്പോൾ അതിൽ ഹാപ്പിനെസ്സാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.